ക്രിസ്തുവിൻ്റെ അരികിലേക്ക് എപ്പോഴും ഓടിയെത്തുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 20 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ ഒരു ഭവനത്തിലേക്ക് പ്രവേശിക്കുകയും അവിടെയും ജനക്കൂട്ടം അവനെ തേടി തിക്കിത്തിരക്കി ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കാത്ത രീതിയിൽ നിറഞ്ഞു നിന്നു. അവൻ്റെ ബന്ധുജനങ്ങൾ പറഞ്ഞു, അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന്. 3 കാര്യങ്ങളാണ് ഈ 2 വചനങ്ങളിൽ ഉൾച്ചേർന്നിരിക്കുന്നത്. 1, ക്രിസ്തുവിന് തൻ്റെ ശുശ്രൂഷയോടുള്ള തീക്ഷ്ണത. 2, ജനത്തിന് ക്രിസ്തുവിനെ കൊണ്ടുള്ള ആവശ്യം. 3, ബന്ധുജനത്തിൻ്റെ സമീപനം. 1, ക്രിസ്തുവിന് തൻ്റെ ശുശ്രൂഷയോടുള്ള തീക്ഷ്ണത. യേശുവിൻ്റെ ശുശ്രൂഷയുടെ തീവ്രത പുറത്തു കൊണ്ടുവരുന്നത് തനിക്കും ശിഷ്യന്മാർക്കും ഭക്ഷണം പോലും കഴിക്കാൻ സമയമില്ലെന്ന വാദമാണ്. യേശുനാഥൻ്റെ ശുശ്രൂഷയിൽ അവൻ തങ്ങൾക്ക് വേണ്ടി ഉള്ളവനും തങ്ങൾ അവൻ്റെ അനുകമ്പയ്ക്ക് പാത്രീഭൂതരാണെന്നുമുള്ള തിരിച്ചറിവിലാണ് ആ ജനം അങ്ങനെ അവനരികെ ഓടിയണഞ്ഞത്. 2, ജനത്തിന് ക്രിസ്തുവിനെ കൊണ്ടുള്ള ആവശ്യം. എന്നാൽ ജനക്കൂട്ടം ദിവസം മുഴുവൻ യേശുവിൻ്റെ സന്ദേശത്തിനും അവൻ്റെ സഹായത്തിനുമായി ഒരർത്ഥത്തിൽ എല്ലായിടത്തും ക്രിസ്തുവിനെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്തത്. അവർക്ക് യേശുവിനോട് അവൻ്റെ ബന്ധുജനത്തെക്കാളും അടുപ്പമുണ്ടായിരുന്നു. എവിടെ നിന്നോ ഓടിവന്ന വെറോനിക്കയും അവനെ ഓർത്ത് കരഞ്ഞ ജെറുസലേം സ്ത്രീകളും അലക്സാണ്ടറിൻ്റെയും റോപ്പസിൻ്റെയും പിതാവായ കൗറിൻകാരൻ ശിമയോനും ഒടുവിൽ ഇവൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞ ശതാധിപനും ഒക്കെ ക്രിസ്തുവിലേക്ക് അറിയാതെ കടന്നു വന്നവരായിരുന്നു. ക്രിസ്തു സ്നേഹത്തിൻ്റെ ആകർഷണവും ഉത്തരവുമായിരുന്നു ക്രിസ്തുവിനെ അന്വേഷിച്ചു വന്ന ജനക്കൂട്ടം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുന്ന ക്രിസ്തുവിൻ്റെ ജനമായി സർവമാനവരും മാറുന്ന ഏറ്റവും വലിയ സത്യം ക്രിസ്തുവിൻ്റെ കുരിശ് തന്നെയായിരുന്നു. യേശുനാഥൻ തൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോഴും അതിൽ നിഴലിച്ചു നിന്ന ആത്മീയ ജീവൻ കുരിശ് തന്നെയായിരുന്നു. 3, ബന്ധുജനത്തിൻ്റെ സമീപനം. ക്രിസ്തുവിനെ അരികെയും അകലെയും അനുധാവനം ചെയ്തിരുന്ന സുവിശേഷത്തിലെ ഒരു നിശബ്ദ കൂട്ടരാണ് അവൻ്റെ കുടുംബാംഗങ്ങൾ. ഒത്തിരിയൊന്നും അവരെ പ്രതിപാദിക്കുന്നില്ല സുവിശേഷത്തിൽ. അവർ ക്രിസ്തുവിനെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുകയാണ്. കാര്യങ്ങൾ അതിരുകടക്കുന്നു എന്ന നിഗമനത്തിലെത്തിയ അവർ ക്രിസ്തുവിനെ അടക്കി നിർത്തുവാൻ പരിശ്രമിക്കുന്നു. അതിന് പ്രധാന കാരണം ക്രിസ്തുവിൻ്റെ തന്നിലേക്ക് കടന്നു വരുന്നവരിൽ ഉളവായ ആത്മീയ അഭിനിവേശമാണ്. കുടുംബ ജനത്തിന് അവനോട് തോന്നിയത് യേശുവിൻ്റെ തിരസ്കരണ സ്വഭാവം, യേശുവിനെ തിരസ്കരിക്കുവാനുള്ള പ്രവണതയുമാണ്. കുടുംബാംഗങ്ങൾ ക്രിസ്തു പ്രഘോഷിച്ച ദൈവരാജ്യം മനസ്സിലാക്കാത്തവരുമാണ്. അവർ ഇപ്രകാരമായിരിക്കണം ചിന്തിച്ചത്: ദൈനംദിന ജീവിതത്തിന് വേണ്ടിയുള്ള അവൻ്റെ മരപ്പണി അവൻ ഉപേക്ഷിച്ചു. ഇതുവരെ കേട്ടിരുന്ന മതപാരമ്പര്യങ്ങളെ ധിക്കരിക്കുന്നു. മതനേതാക്കന്മാരിൽ നിന്ന് അകന്ന് അവരെ ശത്രുക്കളാക്കുന്നു. പുതിയ ഒരു മതവിശ്വാസവും പാരമ്പര്യവും സൃഷ്ടിക്കുന്നു. കുടുംബക്കാരെ വകവയ്ക്കുന്നില്ല, അവരെക്കാൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. മനോവിഭ്രമം വന്നവനെ പോലെ അവൻ പെരുമാറുന്നു. ഏറ്റവും വലിയ സത്യം, കുരിശിൻ്റെ വഴിയിൽ അവർ ആരും ക്രിസ്തുവിനോടൊപ്പം ഉണ്ടായിരുന്നില്ല എന്നതു തന്നെയാണ്. പ്രിയമുള്ളവരെ, നാം യേശുവിൻ്റേത് ആകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ നാം ആരാകണം? യേശുവിന് നാം ആരാകണം? യേശു നമുക്കാരാണ് എന്ന ബോധ്യത്തിൽ നാം വളരേണ്ടതുണ്ട്. ഏവരെയും ക്രിസ്തു സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുവിൻ്റേതാകുവാൻ, യേശുവിനായി തീരുവാൻ, യേശുവിൻ്റേതാകുവാൻ, യേശുവിനായി തീരുവാൻ എൻ മനം ഇതാ, എൻ ജീവിതം ഇതാ, എന്നെ എന്നും പൂർണ്ണമായി സമർപ്പിക്കുന്നു. യേശുവിൻ്റേതാകുവാൻ, യേശുവിനായി തീരുവാൻ
ഇതാ എൻ ജീവിതം ഇതാ എന്നെ എന്നും പൂർണ്ണമായി സമർപ്പിക്കുന്നു. വിണ്ണിൽ നിന്നും മണ്ണിതിൽ വന്നിറങ്ങിയ നായക, ഒരു സ്നേഹപുഷ്പമായി എന്നെ ഞാനിന്നേകിടാം. നാഥനായ എന്നർപ്പണം യേശുവേ സമർപ്പണം. നാഥനായ എന്നർപ്പണം യേശുവേ സമർപ്പണം. യേശുവിൻ്റേതാകുവാൻ യേശുവിനായി തീരുവാൻ എൻ മനം ഇതാ എൻ ജീവിതം ഇതാ എന്നെ എന്നും പൂർണ്ണമായി സമർപ്പിക്കുന്നു. കരുണയോടെൻ നായക, ഹൃദയതാരിൽ വന്നിടൂ. പാപഭാരം നീക്കി നീ സ്വീകരിക്കൂ മക്കളായി. പാടിടാം സ്തുതിഗീതികൾ, ഏകിടാം പുകഴ്ചയും. പാടിടാം സ്തുതിഗീതികൾ, ഏകിടാം പുകഴ്ചയും. യേശുവിൻ്റേതാകുവാൻ യേശുവിനായി തീരുവാൻ എൻ മനം ഇതാ എൻ ജീവിതം ഇതാ എന്നെ എന്നും പൂർണ്ണമായി സമർപ്പിക്കുന്നു. യേശുവിൻ്റേതാകുവാൻ യേശുവിനായി തീരുവാൻ എൻ മനം ഇതാ എൻ ജീവിതം ഇതാ എന്നെ എന്നും പൂർണ്ണമായി സമർപ്പിക്കുന്നു.